ഹലോ ഗായ്സ്, ഇന്നത്തെ സീക്രട്ട് റീഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യത്തെ സീക്രട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് നോട്ട് എ സീക്രട്ട്, ഇറ്റ്സ് നോട്ട് എ മേഡ് അപ്പ് സ്റ്റോറി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മൈ നെയിം ഈസ് ആദ് ഡാഷ്. ഡോണ്ട് സേ മൈ നെയിം ഇൻ വീഡിയോ. എനിക്ക് എൻ്റെ അവസ്ഥയും സ്റ്റോറിയും ഒക്കെ ആരെങ്കിലും അറിയിക്കണമെന്ന് തോന്നി. ആൻഡ് ഐ നീഡ് എ പുഷ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ മെയിൽ അയക്കുന്നത്. ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈ നെയിം ഈസ് ഡാഷ് ആൻഡ് ഐ എം 19 years old നൗ കറന്റ്ലി. ഐ എം ഫേസിങ് ദ ഹാർഡസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് നൗ. ഞാൻ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജീവിക്കുന്നത്. ഞാൻ ജനിച്ച അന്ന് തൊട്ട് എൻ്റെ ഫാമിലിയും ഞാനും കഷ്ടപ്പെടാൻ തുടങ്ങിയതാ. ബിഫോർ ഐ വാസ് ബോൺ മൈ ഫാദർ വാസ് എ ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ആഫ്റ്റർ ഐ വാസ് ബോൺ ദ fall begins. And my father was an alcoholic, but he is great person. And my mom is the sweetest person ever in my life. And I have a brother who is my strength. We share our problems and happiness together. അങ്ങനെ വാപ്പയെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറ്റിച്ചു. ഫുൾ കയ്യിലെ പൈസ കടവും എടുത്തിട്ട് ആൻഡ് അതും കൊണ്ടുപോയി. ഓൾമോസ്റ്റ് 30 lakhs ഡെറ്റായി. ഞങ്ങൾ അനുഭവിക്കാത്ത സിറ്റുവേഷൻസ് ഇല്ല. പക്ഷെ എൻ്റെ വാപ്പയും ഉമ്മയും അത് ഞങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. വാപ്പയുടെ ഫാമിലിയിലെ എൻ്റെ അമ്മായിയുടെ മകൻ, ബട്ട് ഹീസ് ഓൾഡർ. പുള്ളിക്ക് വാപ്പാടെ കമ്പനിയൊക്കെ പുള്ളി വാപ്പിയെ പറ്റിച്ചെടുത്തു. Now his company is one of the biggest media company in Kerala. Okay, let's continue now. അങ്ങനെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യാത്ത ഒരു ബിസിനസ് പോലും ഇല്ല. കാറ്ററിംഗ്, ബേക്കറി, ഹോട്ടൽ, ഡിജിറ്റൽ ബിസിനസ്, ടയേഴ്സ് എല്ലാം ചെയ്തു. ബട്ട് ഒന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ് ദ പ്രഷർ ഫ്രം കടം വാങ്ങിയവർ. അങ്ങനെ വാപ്പയുടെ കിഡ്നി വരെ കൊടുത്തു. പൈസയ്ക്ക് വേണ്ടി. ഇറ്റ്സ് ഇല്ലീഗൽ. നമുക്കൊരു ചോയ്സ് ഇല്ല. ഒരു വീട് പോലും ഇല്ല വിൽക്കാൻ. ലാസ്റ്റ് കിഡ്നി കൊടുത്തു. ഹാഫ് കടം വീട്ടി. സ്റ്റിൽ ആ അമ്മായിയുടെ മോനെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. വാപ്പയാണ് പുള്ളിയെ കമ്പനി കൊണ്ടുവന്ന് ജോലി കൊടുത്തത്. എന്നിട്ട് പോലും ഹെൽപ്പ് ആക്കിയില്ല. വാപ്പയുടെ എല്ലാ റിലേറ്റീവ്സും റിച്ച് ആണ്. സ്റ്റിൽ ദേ ഡിഡിൻ ഹെൽപ്പ് അസ്. ആൻഡ് പകുതി കടം വീട്ടി. എന്നിട്ടും പകുതി കടം ബാക്കിയുണ്ടായി. വാപ്പ വാസ് ആൽക്കഹോളിക് ആൻഡ് വിത്ത് ഒരു കിഡ്നി ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ലിവ്. നമ്മൾ പറ്റുന്ന വഴിയെല്ലാം നോക്കി നിർത്താൻ. ഈ കഥകളുടെ ഇടയ്ക്കൊക്കെ എൻ്റെ വാപ്പ കുറെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പ കുറെ പേർക്ക് അവരുടെയൊക്കെ ദൈവമായിരുന്നു. വൺ ഡേ ഉമ്മ ഡിസൈഡ് ചെയ്തു ഉമ്മ അബ്രോഡ് പോയി ജോലിയെടുത്ത് കടമൊക്കെ വീട്ടാമെന്ന്. അങ്ങനെ ഒരു മാസത്തേക്ക് വാപ്പ കൂടെയൊക്കെ നിർത്തി. ആൻഡ് ഉമ്മ പോയി. ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ us വിതൗട്ട് ഹെർ. വാപ്പയും ഞങ്ങൾ രണ്ടുപേരും ഉമ്മയും ഒക്കെ ഡിപ്രഷൻ എന്ന യഥാർത്ഥ സിറ്റുവേഷനിലേക്ക് എത്തി. അങ്ങനെ വാപ്പ പിന്നെയും കുടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇനി വാപ്പ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഞാനും ബ്രദറും ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അങ്കിളും അമ്മച്ചിയും ഉണ്ട്. പിറ്റേ ദിവസം ബ്രദറും അമ്മച്ചിയും വാപ്പയെ നോക്കാൻ വന്നു. ബിക്കോസ് ഈസ് ഫുള്ളി ഡ്രങ്കൺ. അങ്ങനെ അവർ വന്നപ്പോൾ വാപ്പ സ്ലീപ്പിംഗ് പിൽസ് കൗണ്ട് ചെയ്യുമായിരുന്നു. അറൌണ്ട് 30 എണ്ണം. ഡിപ്രഷൻ ആയപ്പോൾ ഡോക്ടർ കൊടുത്തതാ. അങ്ങനെ അത് വാപ്പ വായിലിട്ടു. വെള്ളം ഇക്കാക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു വെള്ളം ചോദിച്ചപ്പോൾ. ബട്ട് വാപ്പ അവിടെ ഇരുന്ന പഴം എടുത്ത് തിന്ന് വിഴുങ്ങി. അങ്ങനെ ഇക്കാക്കയും അങ്കിളും ഒക്കെ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 3-ാം ദിവസം വാപ്പ മരിച്ചു. ഉമ്മാക്ക് വരാൻ പറ്റില്ലായിരുന്നു. പോയിട്ട് 1 month ആയുള്ളൂ. ആൻഡ് തിരിച്ചു വരാനുള്ള പൈസ പോലും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് പോയത് തന്നെ. ആൻഡ് ഉമ്മയും ഡിപ്രഷനായി. അങ്ങനെ ഒരു 8-9 മാസം കൂടെ ഞങ്ങൾ ആ ഷോക്കിൽ നിന്ന് റിക്കവറായി. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൂടി അവർ ശ്രമിച്ചില്ല. ബിക്കോസ് ദ ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഉമ്മാക്ക് ഡിപ്രഷൻ ആയതുകൊണ്ട് 5-6 മാസത്തേക്ക് ജോലിയൊന്നും പോകാൻ പറ്റിയില്ല. ആൻഡ് അത് കഴിഞ്ഞ് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി. ആൻഡ് ഇപ്പോൾ ഒരു വർഷമായി. അങ്ങനെ ഉമ്മ ഇപ്പം നാട്ടിൽ വന്നു. ആർക്കും ജോലിയൊന്നുമില്ല. അങ്ങനെ കടങ്ങൾ ഒന്നും ഉമ്മാക്ക് വീട്ടാനും പറ്റിയിട്ടില്ല. ഉമ്മയുടെ വീട്ടുകാർക്കൊന്നും ഞങ്ങളെ ഹെൽപ്പ് ആക്കാൻ പറ്റില്ല. അവരും പോറാണ്. അങ്ങനെ ഞാൻ ഉമ്മയുടെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ചു. ഞങ്ങൾ വിസ കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചു. ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഞാനൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ആക്കാൻ പോകുകയാണ്. ഐ നീഡ് ടു പ്രൂവ് ദ വേൾഡ് മൈ ഫാദർ ആൻഡ് മദർ ഈസ് ബെസ്റ്റ്. ആൻഡ് എൻ്റെ വാപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഫിലിം കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. എൻ്റെ വാപ്പയുടെ പേര് എല്ലാവരും പറയണം. എനിക്കിനി അതേ വാപ്പാക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. ആൻഡ് ഐ നീഡ് യു ടു ഗിവ് മീ ഓൾ ദ ബെസ്റ്റ്. കുറച്ച് ലോങ് ആയി പോയി എന്ന് തോന്നുന്നു. സോറി. അടുത്ത സീക്രട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഒരു അധികം ആളുകളോട് സംസാരിക്കുന്ന ആളല്ല. മോർ ലൈക്ക് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് 2 എണ്ണമേ ഉണ്ടായിട്ടുള്ളൂ. സോ റെയർ ആയിട്ട് ആയതുകൊണ്ട് I genuinely care and was loyal. One was in school, which was usual, not matured, and without reason she broke up and blocked me and haven't seen her shadow. The next one, which is what makes me vulnerable, which was in college. എനിക്കൊരു കുട്ടിയോട് ക്രഷ് തോന്നി. ഞങ്ങൾ സെയിം ക്ലാസ്സിലായിരുന്നു. എഞ്ചിനീയറിന് പഠിക്കുമായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം അവളെ അറിയിച്ചു. ബട്ട് റിജക്ഷൻ ഒന്നുമല്ല
അവൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളിക്കാരിയുടെ പാരന്റ്സ് കണ്ടുപിടിക്കുന്ന ആളെയേ കെട്ടൂ എന്നൊക്കെ. അങ്ങനെ ഞാനത് പിന്നെ ട്രൈ ചെയ്തില്ല. പിന്നെ കോവിഡ് ലോക്ക്ഡൗൺ ആയപ്പോ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലായപ്പോ ചെറുതായി സംസാരിക്കാൻ തുടങ്ങി. ചാറ്റിംഗ്. ദെൻ എപ്പോഴോ ഞാൻ പിന്നീട് ട്രൈ ചെയ്തു. ഞങ്ങൾക്കൊരു കെമിസ്ട്രി വർക്കായി. ഉള്ളിലൊരു ഇഷ്ടം തോന്നി. അവൾക്കും ഞങ്ങൾ അത് ലാസ്റ്റ് കൺഫെസ് ചെയ്തു. ദാറ്റ് ഷീ ലവ്സ് മീ. ബട്ട് പാരന്റ്സ് സമ്മതിക്കില്ല എന്ന്. ഞാനും പിന്നീട് അത് ഹോപ്സ് വെക്കണ്ട എന്ന് കരുതി. ബിക്കോസ് എനിക്ക് ആ കുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. ബിക്കോസ് ക്രഷ് തോന്നിയ ഒരാൾ നമ്മുടെ എന്തോ ക്യാരക്ടർ കണ്ട് തനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ദാറ്റ് ഫീൽസ് റിയലി ഗുഡ്. എനിക്ക് ലാസ്റ്റ് ഹാർട്ട് ബ്രോക്കൺ ആവരുതെന്ന് ഉണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ വി കണ്ടിന്യൂഡ് ആസ് ഫ്രണ്ട്സ്. ബട്ട് ഉള്ളിൽ എവിടെയോ ഞങ്ങൾ ഇഷ്ടമായി. അവസാനം ഷീ സെഡ് യെസ്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പ്രേമിച്ച് നടന്നു 2 years. ലവ് സ്റ്റോറി പറയുന്നില്ല, ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ് മൊമെന്റ്സ്. പിന്നീട് അവൾ പറഞ്ഞു നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന്, ജസ്റ്റ് ഫ്രണ്ട്സ് മതി എന്നൊക്കെ. എന്നെ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാത്തതുപോലെ എന്നോട് റിലേഷൻഷിപ്പ് പോലെ സംസാരിക്കും. വീണ്ടും ക്ലോസ് ആവും. എപ്പോഴും പറയുന്ന മിക്സ്ഡ് സിഗ്നൽസ്. റീസൺ അവളുടെ വീട്ടുകാർ പറയുന്ന ആളെ അവൾ കെട്ടു എന്ന്. പക്ഷേ പ്രേമത്തിൽ അങ്ങ് വീണുപോയി. അതിനെപ്പറ്റി അധികം ചിന്തിച്ചില്ല. ദെൻ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. മീൻസ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കാം എന്ന ഹോപ്പിൽ. ലാസ്റ്റ് ഞങ്ങൾ കോളേജ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കെ ഷീ ടെക്സ്റ്റഡ് നിർത്താം, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്നൊക്കെ. ലാസ്റ്റ് ഞാൻ കാര്യം ചോദിച്ചു. അപ്പോൾ അവളുടെ വീട്ടിലെ കല്യാണാലോചന ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. NB മാട്രിമോണി ആപ്പ് വാസ് ഇൻ ഹർ ഫോൺ. Her friends told me and it's true. Now is where trauma starts. 2022 സഡൻലി അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഈ വരുന്ന സൺഡേ കഴിഞ്ഞ നെക്സ്റ്റ് സൺഡേ അവളുടെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. മൈ ഹാർട്ട് റേറ്റ് വാസ് ഹൈ ആൻഡ് ഷീ സെഡ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവളുടെ വീട്ടുകാർ പറയുന്ന ആളെ കെട്ടു എന്ന്. ദെൻ അങ്ങനെയുള്ള ആൾ എന്തിനു പ്രേമിക്കണം? ഇഫ് യുവർ ഇന്റൻഷൻ ഇസ് ടു മാരി someone your parents find, then don't even think about getting close to a boy. അങ്ങനെ എൻഗേജ്മെന്റിന് 1 വീക്ക് മുമ്പ് ഞങ്ങളുടെ കോളേജ് IV. ഞാൻ കോളേജ് IVക്ക് പോകുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഫേസ് ഹർ. ബട്ട് മൈ ഫ്രണ്ട്സ് കൺവിൻസ്ഡ് മീ ഞാൻ വന്നേ പറ്റുമെന്ന്. ദെൻ ഐ വെന്റ്. IV ഡേ അന്ന് വൈകിട്ട് 7 മണിക്കാണ് ബസ് എടുക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് കോളേജ്. ഞാൻ എൻ്റെ ബാക്ക് പാക്ക് ആയി നിൽക്കുമ്പോൾ അവളുടെ ഫിയാൻസെ വന്ന് സർപ്രൈസ് ആയി ഇവളെ വിളിച്ചു. ഐ ഡോണ്ട് നോ. ബ്രേക്കപ്പ് ആയി 1 വീക്ക് ആയതേ ഉള്ളൂ. ഞാൻ സ്റ്റണ്ട് ആയി പോയി. അവള് അവനുമായി മാറിയിരുന്ന് ക്ലോസ് ആയി സംസാരിക്കുന്നു. ദാറ്റ് മൊമെന്റ് മൈ ഹാർട്ട് ഷാറ്റേർഡ്. എവറി വൺ വാസ് ലുക്കിംഗ് അറ്റ് മീ സാഡ്ലി. എന്നെ 1 വീക്ക് കൊണ്ടും മറന്നു എനിക്ക് വിഷമമാകും എന്ന് അറിഞ്ഞിട്ടും ദ ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ ഞാൻ IV ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു പോകാൻ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ബട്ട് മൈ ഫ്രണ്ട്സ് ഡിഡ്ന്റ് അലൗ മീ ടു. ദേ വർ ലൈക്ക് ഷീസ് ഗോൺ, ബട്ട് കോളേജ് IV ഒരിക്കലേ കിട്ടുള്ളൂ. ദെൻ ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യം ഞാൻ ആരോടും മിണ്ടാണ്ട് ബസ്സിന്റെ ലാസ്റ്റ് സീറ്റിലിരുന്ന് കരഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ടിപ്പിക്കൽ ടൂറിസ്റ്റ് ബസ് സോങ്സ്. ദെൻ സെക്കൻഡ് ഡേ ഐ ഡിസൈഡഡ് ഞാൻ അവളോട് തന്നെ IVക്ക് ഫ്രണ്ടിനെ പോലെ കൂട്ടുകൂടാം. എനിക്ക് പെട്ടെന്നുള്ള അവളുടെ അവോയ്ഡിങ് പറ്റുന്നില്ല. ഞാൻ ഫ്രണ്ട് എന്നുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ അവളോട് സംസാരിച്ചു. നോട്ട് എ സിംഗിൾ തിങ് അബൌട്ട് us for 5 days. ദെൻ എൻ്റെ അടുത്തിരുന്ന് അവളുടെ ഫിയാൻസിയെ കോൾ ചെയ്യുന്നു ഇടയ്ക്ക്. ബട്ട് എൻ്റെ ഫീലിങ്സ് ഹേർട്ട് ആകണ്ട എന്ന് കരുതി മാറിയിരുന്ന് കുറച്ച് സംസാരിച്ച് പെട്ടെന്ന് തിരിച്ചു വരും. ബസ്സിലുണ്ടായിരുന്ന ഫുൾ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഡോണ്ട് ബി വിത്ത് ഹർ എന്നൊക്കെ. ദെൻ ബസ് തിരിച്ച് കോളേജ് എത്തി ആഫ്റ്റർ 5 days. അവള് വീട്ടിൽ പോയി. ഞാൻ ഒറ്റ കരച്ചിൽ കരഞ്ഞു റോഡിലിരുന്ന്. couldn't even breathe. Then at that moment I had a lot of realization. This is life. And ഞാൻ അവളുടെ ലാസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് മീൻസ് ബിഫോർ ഹർ എൻഗേജ്മെന്റ് ഇന്നാണെന്ന്. ദെൻ ഷി ഗോട്ട് എൻഗേജ്ഡ്. അവളെ കാണണ്ടാന്ന് കരുതി ഞാൻ കോളേജിൽ പോകാറില്ല. ആഫ്റ്റർ എൻഗേജ്മെന്റ് ഇടയ്ക്ക് പോകും. അപ്പോൾ അവള് അവിടെ ചിരിച്ച് കളിച്ച് കല്യാണ സാരിയുടെ കളർ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സായി ഹാപ്പി ആയിരിക്കുന്നു. ഞാൻ ഇവിടെ ജീവശവമായി ഇതെല്ലാം കാണുന്നു ഫോർ മന്ത്സ്. ദെൻ ഷി ഗോട്ട് എൻഗേജ്ഡ് ആൻഡ് മാരീഡ്. ഐ നെവർ സ്ലെപ്റ്റ് ഫോർ ഡേയ്സ്. സൂയിസൈഡ് തോട്ട്സ് പോയെങ്കിൽ കൂടി എൻ്റെ വീട്ടുകാർക്ക് ഞാനേ ഉള്ളൂ എന്ന റിയലൈസേഷൻ ഉണ്ടായിരുന്നു. ഡിപ്രഷനിലായി. ദെൻ കൗൺസിലിംഗ് കണ്ടിന്യൂസ്ലി. അവളുടെ കല്യാണം തലേന്ന് വരെ ഞാൻ കൗൺസിലിങ്ങിനായിരുന്നു. ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാതെ ആരോടും മിണ്ടാതെ 2-3 മാസം ഞാൻ സോഷ്യൽ മീഡിയ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഓൺലൈൻ വരാതെ എൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഐ ക്രൈഡ് എവറി സിംഗിൾ ഡേ. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്ക് അത് അങ്ങനെയല്ല. വേറെ ഒരു പ്രപ്പോസൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഐ ഫെൽറ്റ് ലൈക്ക് എ ഫെയിലിയർ അറ്റ് ദാറ്റ് ടൈം. ജീവിച്ച് കാണിക്കണം എന്നുള്ള വാശിയായിരുന്നു. ഓൾ ഐ ഹാഡ് വാസ് മൈ ഫ്രണ്ട്സ്.
അവളൊരു ജസ്റ്റ് 1 പിഞ്ച് ഓഫ് എഫേർട്ട് എങ്കിലും എനിക്ക് വേണ്ടി എടുത്തെങ്കിൽ ഐ വുഡന്റ് ഹാവ് ഗോൺ ദിസ് ഡൗൺ. അറ്റ്ലീസ്റ്റ് എ ഗുഡ് ബൈ. നോ, ഷി ജസ്റ്റ് അവോയ്ഡഡ് മീ ലൈക്ക് എ ബെഗർ. ബട്ട് ഞങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒന്നും ബ്ലോക്ക്ഡ് ഒന്നുമല്ല, ബിക്കോസ് ഇറ്റ്സ് മെച്യൂർ. ബ്ലോക്ക് ആക്കിയത് കൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എക്സെപ്റ്റ് ദ റിയാലിറ്റി. എന്റെയും അവളുടെയും വീട് അടുത്തായതുകൊണ്ട് അവളുടെ കല്യാണത്തിന് വണ്ടികൾ പോകുന്നതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. മൊബൈൽ യൂസ് ചെയ്യാതെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ റിയൽ ലൈഫിൽ കാണിച്ചു തന്നു. ഞാൻ അവളെ പറ്റി ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. ഇപ്പോൾ 2 വർഷമായി ആൻഡ് ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ, ഫൈൻഡ് എ ഗേൾ. ബട്ട് എനിക്ക് എന്തോ എന്റെ സംസാരം കൊണ്ടോ എന്തോ എനിക്ക് അവരെ പറ്റുന്നില്ല. ട്രസ്റ്റ് ഇഷ്യൂസ്. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ ഗേൾ സാഡ് ബിക്കോസ് ഓഫ് മീ. വൈബ് മാച്ച് ആവാൻ പറ്റുന്നില്ല. ഷീ മെയ്ഡ് മീ ദ പേഴ്സൺ ഹു ഐ ആം. ഐ എം നോട്ട് ആംഗ്രി അറ്റ് ഹർ, but the betrayal hurts. I never complained about her or said anything bad about her to anyone till date, and haven't texted her after realizing. Now I realize only I was in love, and I believe I'm a green flag. സ്റ്റോറിയിൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്, ബട്ട് അതൊന്നും പറയുന്നില്ല. മേ ബി ഫ്രം ഹർ പെർസ്പെക്റ്റീവ് ഷീസ് റൈറ്റ്. ഷീ ഗോട്ട് എ ഗുഡ് ലൈഫ് ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അവളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്ക് ഒരിക്കലും അറിയില്ലല്ലോ. ദിസ് ഈസ് മൈ മെസ്സേജ് ടു എവറി പേഴ്സൺ. ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട്, don't go into a relationship. Other person will be serious and end up broke. അടുത്ത സീക്രട്ട്, യൂഷ്വൽ ബ്രേക്കപ്പ് സ്റ്റോറി.